ഈ പണിസ്ഥലത്തും ഈ ആദ്യത്തെ ഈ അടിച്ചുവാരൽ പരിപാടിയൊക്കെ ചെയ്യുന്നല്ലാതെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ അവർ പഠിപ്പിച്ച് തരുന്നത് നോക്കുകയോ ഒന്നുമില്ല. അവിടെയൊക്കെ വേറെ എന്തൊക്കെയോ ആലോചിച്ച് വേറെ സ്വപ്ന ലോകത്താണ് ഏത് സമയവും. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറേ നാൾ വെറുതെ നടന്ന് ചേട്ടന്മാർ പണിക്ക് പോകുന്നുണ്ട്. ഞാൻ ആ വീട്ടിൽ ഈ നമ്മൾ 4ാമത്തെ ആളാണല്ലോ, ഏറ്റവും ഇളയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ബുദ്ധിമുട്ടിലാണെങ്കിലും അവർക്ക് തരാവുന്ന സ്നേഹമൊക്കെ അവർ എല്ലാവരും തന്നിട്ടുണ്ടെന്ന് തന്നെയാണ് സത്യം. അപ്പോൾ അതൊക്കെ മുതലെടുത്ത് ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പട്ടറയുടെ പണിസ്ഥലത്തിൻ്റെ പുറകിൽ തന്നെയാണ് മോഹനാണ്ണനും മുരുകാണ്ണനും ഇരിക്കുന്ന കട. അവിടെ മുരുകാണ്ണൻ്റെ ശിഷ്യനായിട്ട് പോയി അവിടെയും കുറേ നാളിരുന്ന് അവിടെയും കറക്റ്റായിട്ട് ആവാണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മാമൻ സെൻട്രൽ തിയേറ്ററിൻ്റെ അവിടെ മാമന്, എൻ്റെ സ്വന്തം മാമന് കടയുണ്ടായിരുന്നു. അവിടെ പണിക്കിരുന്നു. അവിടെ ഗേൾസ് ഹൈസ്കൂള് ഈ കടയുടെ അടുത്താണ്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് നാളധികം നിന്നു. കാരണം രാവിലെയും വൈകുന്നേരവും കിട്ടുന്നൊരു ആനന്ദം, അത് അവിടെ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും സഹിക്കാനുള്ള ഒരു പ്രചോദനമായിരുന്നു. വേറൊന്നുമല്ല, രാവിലെ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾ, തിരിച്ച് വരുന്ന അതേ പെൺകുട്ടികൾ. അപ്പോൾ അവരെ കണ്ണുകൊണ്ട് കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഉള്ള ഒരു ഉത്സാഹം. പിന്നെ എരൂരറ്റത്തുനിന്ന് ഒരു നല്ല എന്നേക്കാളും നല്ല നിറമുള്ള, നല്ല കറുപ്പ് നിറമുള്ളൊരു പെൺകുട്ടി, കാണാൻ നല്ല സുന്ദരിയാണ്. അപ്പോൾ ഈ ഞാൻ ഒരുപാട് പേരെ ലക്ഷ്യമിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും തിരിച്ച് ആ നോട്ടത്തിൽ തിരിച്ച് നോക്കിയ ആരും അധികമില്ലായിരുന്നു. അപ്പോൾ എന്നെ തിരിച്ച് നോക്കുകയും നടന്ന് പോയിട്ട് പതുക്കെ തിരിഞ്ഞു നോക്കുകയും ഒന്ന് ചിരിക്കുകയും ഇങ്ങനെ കുലുങ്ങിയൊക്കെ ചെയ്ത ഒരാളിതാണ്. അപ്പോൾ ഞാൻ ഓക്കെ, ഇത് ലൈനപ്പായിട്ടുണ്ട്, നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പതുക്കെ സൈക്കിളെടുത്ത് ഫോളോ ചെയ്ത് പോയി. എരൂര് മാരംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ആ പാലം കയറുന്നത് വരെ പോകാൻ പറ്റുള്ളൂ. കാരണം അത് ഭയങ്കര ലോങ് ആയിട്ട്. അപ്പോൾ പിള്ളേർ എന്തോരം നടക്കുന്നതെന്ന് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നു. അത് വർക്കായില്ല. അത് ആ പെങ്കൊച്ച് വേറെ എന്തോ ഓർത്ത് തിരിഞ്ഞു നോക്കിയതോ വേറെ ആരെയോ നോക്കിയതാണ്. പിന്നീട് ആ സ്നേഹം അല്ലെങ്കിൽ ആ നോട്ടം പിന്നെ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് വിട്ടു. അങ്ങനെ അത് ബോറടിക്കാൻ തുടങ്ങി. നമ്മളെ ആരും നോക്കാൻ, അല്ലെങ്കിൽ അത് ഈ ചെയ്ത പ്രവൃത്തി തന്നെ വീണ്ടും വീണ്ടും ചെയ്തിട്ട് അതിന് വേറൊരു ഘട്ടം ഉണ്ടാവാത്തത് കൊണ്ട് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. ഇതിനിടയ്ക്ക് മിഷീൻ കട്ടിങ്, അതായത് ഈ വളയിൽ ഡിസൈൻ ഇടുന്ന, അത് ശെൽവൻ ചേട്ടൻ, ഈ കർത്തേടം ഭാഗത്ത് ശെൽവൻ ചേട്ടൻ്റെ ഇതിൽ എൻ്റെ 2ാമത്തെ ചേട്ടൻ ഗണേശൻ ചേട്ടനാണ് എന്നെ കൊണ്ടുപോയി അവിടെ ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കുറച്ച് ചീത്തയായി തുടങ്ങി. ഈ വലി കുടി ഇതൊക്കെ കുറേശ്ശെ ഇത് നടക്കുന്നുണ്ട്. ശെൽവൻ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടാക്കി. ആ പണി പഠിച്ചില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നു. അപ്പോൾ കാലം കുറച്ചങ്ങോട്ട് മാറി. ഈ പള്ളിപ്പറമ്പിലെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മാറി. ഞങ്ങൾ പിന്നെ മരട് ഭാഗത്തേക്ക്, ഗാന്ധി സ്ക്വയർ ഭാഗത്തേക്ക് വീട് മാറി. പിന്നെ അവിടെ ഈ വാടകയ്ക്ക് ആയതുകൊണ്ട് തൃപ്പൂണിത്തുറയിലെ ഒരുമിക്ക സ്ഥലങ്ങളിലും താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യസ്തമായ രുചികൾ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ആളുകളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ RLV സ്കൂളിൽ പഠിച്ച ആ പഠിത്തം ഇടയ്ക്ക് വെച്ച് നിന്ന് പോയെങ്കിലും അവിടെ ഒരു സൗഹൃദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ആ പരിസരത്ത് എൻ്റെ ആൻ്റണി സേവിയർ എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ പഠിച്ച അവൻ്റെ വീട്ടിൽ സ്ഥിരമായി പോകുമായിരുന്നു. അവൻ്റെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കുറച്ച് ചേട്ടന്മാരുണ്ട്. അത് അജയനും അജിത്ത്, ചന്തു, വാവ എന്നാണ് ഇപ്പോൾ വിളിക്കുക. പിന്നെ ജോഫിനുണ്ട്, ഞങ്ങളുടെ കൂടെ തന്നെ പഠിച്ച. പിന്നെ ഡെന്നിച്ചേട്ടൻ, പിന്നെ ലാലേട്ടൻ. അവിടെ ഫ്രണ്ട്സ് കോട്ടപ്പുറം എന്ന് പറയുന്നൊരു ക്രിക്കറ്റ് ടീമും ഉണ്ട്. അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഈ RLV സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. ഒരു 6 മണിയാകുമ്പോൾ കളി കഴിയും. അത് കഴിഞ്ഞ് ചേട്ടന്മാരൊക്കെ അങ്ങ് പോകും. പിന്നെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് ചിരിയും കളിയൊക്കെ ആയിട്ടിരുന്ന് പതുക്കെ പിന്നെ ഷെയറിടലായി. പിന്നെ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ അവിടെ കൂടലായി. പതുക്കെ ആ ക്രിക്കറ്റ് ഗ്രൗണ്ട് നമ്മളുടെ ഒരു കള്ളുകൂടി സഭയായി മാറും. ഒരു പരിധി വിടാൻ തുടങ്ങി. ഞങ്ങളുടെ സംഘം അങ്ങനെ വളർന്ന് കുറച്ച് വളരാൻ തുടങ്ങി. പക്ഷേ എല്ലാവർക്കും അടിസ്ഥാനപരമായ ഒരു നന്മ ഉള്ളിലുള്ളവരായതുകൊണ്ട് പിടിച്ചുപറി, മോഷണം അല്ലെങ്കിൽ
കൊലപാതകം തുടങ്ങിയ കലാപരിപാടിയിലേക്കൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മയക്കുമരുന്ന് അങ്ങനെയൊന്നും താല്പര്യം കാണിക്കുന്ന ആരും ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. എല്ലാവരും ഈ കള്ള് കുടിച്ചിട്ടുള്ള ഒരു പ്രസരിപ്പും നാടൻ പാട്ട് പാടലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിത്തല്ലും ഇതൊക്കെ എൻജോയ് ചെയ്തിരുന്നെങ്കിലും വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകുന്നൊരു സംഘമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ കലാപകാരിയാവാൻ വളരെയധികം സാധ്യതയുള്ള ഒരു കാലഘട്ടവും ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ തോപ്പിൽ വീട്ടിൽ ഇപ്പം ഞാൻ നേരെ അവിടെ നിന്ന് കുറച്ച് പുറകോട്ട് വരികയാണ് കേട്ടോ. പറഞ്ഞു വരുമ്പോഴാണ് ഓരോന്ന് ഓർമ്മ തന്നെ. ഈ എങ്ങനെ നാടകക്കാരനായി ഈ ഭൂതത്താൻ്റെ നിധി എന്ന് പറയുന്നൊരു നാടകം കൊണ്ട് മാത്രമല്ല കലാകാരനാവാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഈ ആർലി സ്കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ഓർമ്മ വന്നത്. അത് തോപ്പിൽ താമസിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുന്നതും വരുന്നതും ഈ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ കൂടിയാണ്. ബാസബേരി എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ നാടകങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഈ ചന്ദ്രഹാസൻ സാറ് അവിടെ ആ സമയത്ത് നാടകം പഠിപ്പിച്ചു തന്നു. അതേപോലെ ഒരുപാട് പേരെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് അമേച്ചർ നാടകം ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, അമേച്ചർ മത്സരങ്ങൾ നടക്കുന്നൊരു കാലഘട്ടം. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ഒളിഞ്ഞു നോക്കി ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ളൊരു ത്വരയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നാടകം കളിക്കുന്ന ആൾ തന്നെ ഞാൻ ആദ്യം കാണുന്നത് ഒരു ബെഞ്ചിൻ്റെ മുകളിൽ ഒരു മനുഷ്യൻ കയറി നിന്നിട്ട് കൈകളിങ്ങനെ ഉയർത്തിപ്പിടിച്ച് അത് നല്ല എന്താ പറയുക സിക്സ് പാക്ക് ഇന്ന് പറയുന്നു, അന്ന് എന്താന്ന് അതിന് പേരൊന്നും ഉണ്ടായിരുന്നില്ല, കാണാൻ ജിമ്മനായിട്ടുള്ള ചേട്ടൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മുടിയൊക്കെ വളർത്തിയിട്ട് ക്ലീൻ ഷേവായിട്ട് നല്ല ഉറച്ച ശരീരമുള്ള ഒരു മനുഷ്യൻ ഒരു ഡെസ്കിൻ്റെ മുകളിൽ കയറി നിന്ന് ഡയലോഗ് പറയുന്ന രംഗമാണ് ആദ്യമായിട്ട് മനസ്സിൽ കയറിയത്. ആ നടനാണ് ആദ്യത്തെ ഒരു നമ്മളിതിലേക്ക് ഒരു എന്താ പറയുക ഒരു ഉണ്ടാക്കിയത്. അദ്ദേഹം തന്നെയാണ് പിന്നീട് ഈ ആർഎൽവി സ്കൂളിൽ നാടകം ചെയ്യാൻ വന്ന ശെൽവൻ ചേട്ടൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ശെൽവൻ ചേട്ടനാണ് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഗുരു എന്ന് തന്നെ പറയാം. പിന്നീട് ഈ ശെൽവൻ ചേട്ടൻ എൻ്റെ ഗുരുവായി മാറി. അപ്പോൾ ബാസബേരി എന്ന് പറയുന്നൊരു സ്ഥാപനം എടുത്ത് പറയേണ്ട ഒരു പേരാണ്. ബാസബേരി, ശെൽവൻ ചേട്ടൻ, അതേപോലെ മുരളിച്ചേട്ടൻ. അപ്പോൾ അങ്ങനെ നാടകത്തിൽ ഈ സ്കൂൾ സമയത്ത് തന്നെ നാടകത്തിൽ എൻട്രി കൊടുത്തു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ സ്കൂൾ പഠിത്തം കഴിഞ്ഞു. പിന്നീട് ആർഎൽവി സ്കൂളിൻ്റെ പരിസരത്ത് ഇവരുമായിട്ട് നമ്മുടെ ചന്തു വാവ ആൻഡ് ഗ്യാങ്ങുമായിട്ട് കോട്ടപ്പുറം ടീമൊക്കെ ആയിട്ട് ക്രിക്കറ്റ് കളി, അതിൻ്റെ ഇടയിലുള്ള വെള്ളമടി, പിന്നെ ഇങ്ങനെ വെറുതെ തേരാപ്പാല നടക്കൽ, ഇതിനിടയ്ക്ക് എന്തെങ്കിലും നാടകത്തിൻ്റെ പിന്നെ ആ സമയത്താണ് ഈ ഷാബു കെ മാധവൻ, ഷാബു ചേട്ടനെ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഷാബു ചേട്ടനായിട്ടുള്ള പരിചയം, ഷാബു ചേട്ടൻ്റെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഷാബു ചേട്ടനോടുള്ള ആരാധന കൊണ്ട് കൂടുതൽ അങ്ങോട്ട് അടുക്കാൻ പോകുന്നു. ഇതിനിടയ്ക്ക് CA2-ൻ്റെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയിൽ പണിക്ക് കയറുന്നു. കുറേ നാൾ കൂലിപ്പണിക്ക് ഈ കെട്ടിട നിർമ്മാണ പരിപാടികൾക്ക് പോകുന്നു. പതുക്കെ പാർട്ടിയുടെ പരിപാടികളിൽ പങ്കാളിയാവുന്നു. അപ്പോഴാണ് ഈ തെരുവ് നാടകങ്ങൾ കളിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നത്. പിന്നെ ഇതിനിടയിൽ ലോകധർമ്മി എന്ന് പറയുന്ന, അതായത് ബാസബേരി പിന്നീട് കുറേ വർഷം കഴിഞ്ഞപ്പോൾ ബാസബേരി പതുക്കെ നിന്നു പോവുകയാണ്. ബാസബേരിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അധ്യാപകനാണ് ചന്ദ്രദാസൻ സാറ് എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ലോകധർമ്മി എന്നുള്ള പേരിൽ പുതിയൊരു തിയേറ്റർ ഗ്രൂപ്പ് രൂപീകരിക്കുകയും അവിടെ ക്ലാസ്സുകൾ നടക്കുകയൊക്കെ ചെയ്യുന്നു. ഞങ്ങളുടെ സമുദായത്തിൽ മാരിയമ്മയാണ്, പേച്ചിയമ്മനെന്നും മാരിയമ്മനെന്നും ചന്ദനമാരി എന്നൊക്കെ പറയും. പിന്നെ കറുപ്പസ്വാമി, മാടസ്വാമി, ചുടലസ്വാമി, ഇതൊക്കെയാണ് ഞങ്ങളുടെ ദൈവങ്ങൾ. അപ്പോൾ കൊച്ചിയിൽ വനദുർഗ ക്ഷേത്രം മുല്ലയ്ക്കൽ, അവിടെയാണ് അച്ഛൻ കോമരമായിരുന്നു. അവിടെ അച്ഛൻ കരകൊടുക്കുമായിരുന്നു. ഒരു ഏകദേശം 20 അടി 21 അടി നീളത്തിൽ വിറക് ഇങ്ങനെ കൂമ്പാരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ച് കൂമ്പാരങ്ങളായിട്ട് നമ്മൾ ചിത ഒരുക്കുന്ന പോലെ വിറക് വെച്ച് കത്തിച്ച് അത് കനലായി ആ കനൽ അടിച്ച് നിരത്തിയിട്ട് അതിൽ വൈക്കോല് വിരിച്ച് വൈക്കോല് മുറ കൊണ്ട് വീശി ചാരം കളഞ്ഞ് ഇങ്ങനെ എന്താ പറയുക നല്ല ചുമന്ന
മുത്തുകൾ പോലെ തിളങ്ങുന്ന കനലിലേക്ക് ഈ തുള്ളി വരുന്ന കോമരങ്ങൾ ഇറങ്ങി ഓടുകയും പിന്നെ നടക്കുകയൊക്കെ ചെയ്യുന്ന കനലാട്ടം. അപ്പോൾ അത് ചെയ്യുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അത് ഞങ്ങൾക്ക് ഈ തുള്ളൽ പാരമ്പര്യം അമ്മ വീട്ടിലും ഉണ്ട്, അച്ഛൻ്റെ അടുത്തും ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കരകെടുക്കുന്നത് മുളന്തുരുത്തി കാരിക്കോട് പേച്ചിയമ്മൻ ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെ പോകുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ പോകുന്നിടത്തൊക്കെ അധികം സമയമെടുക്കാതെ പെട്ടെന്ന് നമ്മൾ പെർഫോമൻസ് ഇറക്കാനുള്ള അത് ആവർത്തിച്ച് വീണ്ടും പറയുന്നില്ല. അങ്ങനെ പെട്ടെന്ന് അവിടെ ഒരു സംഘം ക്രിയേറ്റ് ചെയ്യുന്നു, അവിടെയും ഒരു പേരുണ്ടാക്കുന്നു. അവിടെ എനിക്ക് മുമ്പ് പോയത് എൻ്റെ ചേട്ടനാണ്. ചേട്ടൻ ഉടുക്കുപാട്ടുകാരനാണ്. ചേട്ടൻ അവിടെ ഉടുക്കുപാട്ടൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ പോകുന്നു. ഞാനവിടെ ഈ കേരളത്തിലെ 1ാമത്തെയോ 2ാമത്തെയോ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇന്ന് ഈ ആഴിയുടെ നീളത്തിൽ. അത് 20 അടിയൊക്കെയാണ് മാക്സിമം നിൽക്കുക. ഇത് 23 അടി 24 അടി നീളത്തിനൊക്കെ ആഴി, നീളം കൂടിയ ആഴിയാണ്. അപ്പോൾ അതിൽ ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര നല്ല നൊയമ്പ് വേണം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. താമസം ആ സമയത്ത് കണ്ണംകുളങ്ങര ഭാഗത്താണ്. അമ്മയുണ്ട്, ചേട്ടന്മാരും ഒക്കെ ആയിട്ട് താമസിക്കുന്നു. തൊഴിൽ പ്രത്യേകിച്ച് അങ്ങനെ കൃത്യമായ തൊഴിലില്ല. പല തൊഴിലിന് പോകുന്നു. ഈ സ്വർണ്ണപ്പണിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ കെട്ടിട നിർമ്മാണ മേഖലയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കും തലയ്ക്കൊക്കെ പെയിൻറ്റിങ്ങിന് പോകും, ഇതിന് പോവും. കൂടുതലും ചുമ്മാ നടക്കും എന്നുള്ളതാണ്. ആ സമയത്താണ് ഈ അമ്മൻകുട, അതിന് മുമ്പേ കുഞ്ഞിലെ മുതൽ അമ്മൻകുടകളിലൊക്കെ ഈ പറയ്ക്ക് കൂടെ പോവുകയൊക്കെ ചെയ്യും. ഊര് ചുറ്റാൻ പോവുക എന്നാണ് പറയുന്നത്, പറയ്ക്ക്. അപ്പോൾ ആ ഊര് ചുറ്റാനൊക്കെ പോവും. പിന്നെ ഞാൻ അവിടെ കാപ്പ് കെട്ടി, ഈ നോയമ്പെടുത്ത് കാപ്പ് കെട്ടി കരകം എടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ കരകം എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മുല്ലക്കൽ കൊച്ചിയിലാണ് എൻ്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ പാരമ്പര്യമായിട്ട് അവിടെ എടുക്കാറുണ്ട്. അതിൻ്റെ ഒരു ചിട്ടാന്ന് പറയുന്നത് നമ്മൾ 41 ദിവസമാണ് അതിൻ്റെ വ്രതം. നമ്മുടെ ശബരിമല അല്ലെങ്കിൽ മറ്റ് വ്രതങ്ങളൊക്കെ പോലെ തന്നെ മത്സ്യം, മാംസം കഴിക്കാതിരിക്കുക, അതേപോലെ ദേഹശുദ്ധി, മനഃശുദ്ധിയൊക്കെ വരുത്തുക. ഇതൊക്കെയാണ് അതിൻ്റെ വ്രതങ്ങൾ. നൊയമ്പ് സമയങ്ങളിൽ ചെരുപ്പിടില്ല. ചെരുപ്പിടാത്തതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, ഈ തീയിലിറങ്ങുമ്പോൾ ആ കാല് ഒരു ചെറിയ പരപരപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമായി തീയിലിറങ്ങുന്നത് മുളന്തുരുത്തിയിലാണ്. മുല്ലക്കലാണ് എൻ്റെ തറവാട് ക്ഷേത്രമെങ്കിലും ഞാൻ മുളന്തുരുത്തി കാരിക്കോട് പേച്ചിയമ്മൻ ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് തീയിലിറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ അതിന് ശേഷമാണ് മദ്യപാനം ഭയങ്കരമായിട്ട് കൂടുകയും വീട്ടിലെ ബഹളങ്ങൾ ഈ അമ്മയോടായിരുന്നു എല്ലാ വൈരാഗ്യവും തീർത്തുകൊണ്ടിരുന്നത്. അമ്മ കാരണമാണ് ഇതെല്ലാം എന്നുള്ള, അമ്മ ജന്മം തന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. അവർ എന്നെ പഠിപ്പിച്ചില്ല, എനിക്ക് നല്ല വസ്ത്രം തന്നില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല ഭംഗിയില്ല. ഇങ്ങനെ മദ്യം ചെയ്യാവുന്ന എല്ലാ അലമ്പുകളും എന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കുറ്റബോധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടാനല്ല. പല ഇൻ്റർവ്യൂകളിലും ഞാൻ പറയുന്നതാണ്, എനിക്ക് ഈ പറഞ്ഞ ചീത്തപ്പേരുള്ള ഒരാളാണ്. വന്ന് ദാരിദ്ര്യം പറയുന്നു, ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് കുറ്റബോധപ്പെടുന്നു. ആ പാവം സ്ത്രീയെ വേദനിപ്പിച്ചിട്ട് ഇപ്പോൾ വന്നിരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, നിനക്ക് എത്ര വയസ്സുണ്ട്? ഇതൊക്കെ എൻ്റെ ഇൻ്റർവ്യൂസിൻ്റെ താഴെ വരുന്ന കമൻസുകളാണ്. 100% എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ചെയ്ത പാപങ്ങൾക്ക് ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കൊന്നും തന്നെ സംഭവിക്കാൻ പോകില്ല എന്നുള്ളത്. അതിൻ്റെ പാപമോഷം എന്ന് പറയുന്നത് ഇങ്ങനെ സ്വയം പറയുക, അത് വിഷമിക്കുക, കരയുക എന്നുള്ളതൊക്കെ തന്നെയാണ്. ഇതെന്തിന് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൺമുന്നിൽ ഇത് വീണ്ടും പല മണികണ്ഠന്മാരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് ഞാൻ നേരിട്ട് പറയാൻ പോയാൽ താൻ തൻ്റെ പണി നോക്കുന്ന പറയുള്ളൂ. അവരെന്നെ ഒരു സിനിമാ നടനായിട്ടും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ കമ്മട്ടിപ്പാടം ബാലൻ ചേട്ടൻ എന്നുള്ള സ്നേഹത്തിലോ ഏതെങ്കിലും പേരിൽ അവരെന്നെ ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ
അവരുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് അവർക്ക് വായിക്കാൻ കഴിയുകയാണെങ്കിൽ അവർക്കിത് അഡ്വാൻസ് അങ്ങോട്ട് ഈ പോണ പോക്ക് അയാൾ പോയ അതേ പോക്കാണ് എന്ന് മനസ്സിലായാൽ തിരുത്താൻ കഴിയുമെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം, അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇതിലൂടെ കിട്ടുന്ന വേറെ ഒരു സുഖവും ഞാൻ വിചാരിച്ചല്ല പറയുന്നത്. ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഒരു മകൻ അല്ല ഒരു കുഞ്ഞ്, അത് 4 കുഞ്ഞായിക്കോട്ടെ 10 കുഞ്ഞായിക്കോട്ടെ 20 കുഞ്ഞ്, 20ാമത്തെ കുഞ്ഞ് അകത്ത് കിടക്കുമ്പോഴും ആ അമ്മയ്ക്ക് ആദ്യത്തെ കുഞ്ഞിനെ ചുമക്കുന്ന അതേ ആകാംക്ഷയായിരിക്കും. ഈ കുഞ്ഞ് എങ്ങനെയായിരിക്കും, ഇവൻ്റെ കളികൾ എന്തായിരിക്കും, ഇവൻ എങ്ങനെയായിരിക്കും. അപ്പോൾ അവൻ ആദ്യമായിട്ട് വിളിക്കുന്ന, അപ്പോൾ ഓരോ കാര്യങ്ങളും അമ്മ ഇങ്ങനെ വാച്ച് ചെയ്തല്ലേ പുറത്തേക്ക് വന്നപ്പോൾ മുതൽ ആ ചെറിയ ചെറിയ മൂളലുകൾ, ആ കുഞ്ഞിക്കൈ കൊണ്ട് മാന്തുന്നതും പിടിക്കുന്നതും, പിന്നെ മ എന്ന് വിളിക്കുന്നതും, പിന്നെ അമ്മ പഠിപ്പിച്ച് തരുന്ന അച്ഛാന്ന് വിളിക്കുന്നതും അണ്ണാന്ന് വിളിക്കുന്നതും, അപ്പോൾ അമ്മ ടീച്ചറാവുന്നു. അപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ച് തന്ന ആ അമ്മ ഈ മകൻ്റെ വായിന്ന് കേൾക്കാൻ പാടില്ലാത്തതൊക്കെ കേട്ടു എന്ന് പറയുന്ന ഒരു വലിയ ദ്രോഹം, വലിയ പാവം ചെയ്യേണ്ട വന്ന ഒരു ജീവിതവും ഇവിടെ അടയാളപ്പെടുത്തി പോവുകയാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപദ്രവമായി ഏറ്റവും താഴെ എന്ന ഘട്ടത്തിൽ, അതായത് ഒരു രീതിയിലും അവനെ ന്യായീകരിക്കാൻ പറ്റില്ല, ഇവനൊക്കെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ് എന്ന് പറയുന്ന അവസ്ഥയിൽ, അത് സ്വന്തം അമ്മ പോലും ആഗ്രഹിച്ചു പോകുന്ന രീതിയിലുള്ള മദ്യപാനം. അപ്പോൾ ഇപ്പം ഞാനിരുന്ന് ആലോചിക്കുന്നത്, എനിക്ക് ഇത്രയും അറിവുള്ള, ഇത്രയും തിരിച്ചറിവോടെ സംസാരിക്കാൻ കഴിയുന്ന എനിക്ക് എന്തുകൊണ്ടത് അന്ന് നിർത്താൻ പറ്റാഞ്ഞത്, എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ ചെയ്യുന്ന, ഇന്ന് മദ്യവെച്ച് ബഹളം ഉണ്ടാക്കി അമ്മയെ അടിച്ച് അവിടെ കലമൊക്കെ പൊട്ടിച്ച് എല്ലാം ചെയ്ത് പിറ്റേ ദിവസം കുറ്റബോധപ്പെടുകയും കാലിൽ വീണ് മാപ്പ് പറയുകയും കരയുകയും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയും 2 ദിവസം കഴിയുമ്പോൾ പതുക്കെ മദ്യവെച്ച് ഈ സാധനം കൂടെ കയറിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. എൻ്റെ ബോധിമരമാണ് സത്യത്തിൽ സ്റ്റാച്യു ജംഗ്ഷനിൽ ആ തമ്പുരാന് അത് കാണുമ്പോൾ അറിയാം, തൃപ്പൂണിത്തുറ അറിയാവുന്നവർക്കറിയാം. തൃപ്പൂണിത്തുറയുടെ ഒരു മുഖചിത്രം ഒരു മരവും മരത്തിന് ചുവട്ടിലിരിക്കുന്ന ഒരു തമ്പുരാനുമാണ് ഞങ്ങളുടെ രാജാവ്. അപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ ആണ് എൻ്റെ പിരിവെടുക്കലൊക്കെ നടക്കണം. ഈ കള്ളുകുടിക്കുള്ള രാവിലെ എന്ന് പറഞ്ഞൊരു 10 മണിയാവും എണീക്കുമ്പോൾ. 10 മണിക്ക് എണീറ്റിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പല്ലൊക്കെ തേച്ച് കുളിച്ച് നേരെ ഭക്ഷണം കഴിക്കും. എന്നിട്ട് നേരെ ഈ മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോകും. അവിടെ കുറച്ച് സംഘം ഉണ്ടാവും, അവരുമായിട്ട് വർത്തമാനം പറയും. പതുക്കെ ആരെങ്കിലുമൊക്കെ വന്ന് ചാടും. അവരുടെ അടുത്ത് നിന്ന് ചാക്കിട്ട് നേരെ TTH ബാറിലേക്ക് പോവും. പിന്നെ പോകുമ്പോൾ കയ്യിൽ ഒന്നുമില്ലാതെ പോകുന്ന ആൾ തിരിച്ച് വരുന്നത് അടിച്ച് ഫിറ്റായിട്ട് ഭക്ഷണവും കഴിച്ച് പിറ്റേ ദിവസത്തേക്കുള്ള ഒരു 100 രൂപയും പോക്കറ്റിലുണ്ടാവും. എന്തൊരു ബിസിനസ്സാണെന്ന് ഒരു പിടുത്തവുമില്ല. അതൊരു മായാജാല ബിസിനസ്സാണ്. അതായത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1 രൂപ പോലും ഇല്ലാതെ ഇറങ്ങിയിട്ട് ബോധം നശിക്കുന്ന അത്രയും മദ്യവും അതിനനുസരിച്ച് ഭക്ഷണവും പിറ്റേ ദിവസം കുടിക്കാനുള്ള അല്ലെങ്കിൽ വണ്ടിക്ക് പോകാനുള്ള 100 രൂപയും ഉണ്ടാവും. ഇത് രാവിലെ മുതലേ ഓരോ ഗ്യാങ് മാറി മാറി വരുന്നവർക്ക് പാട്ട് പാടിയും മറ്റേ വർത്തമാനം പറഞ്ഞു അത് ചെയ്തു ഇത് ചെയ്തു ഒക്കെ അവിടെ നിന്ന് ചോദിച്ചും 2-3 അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരോടൊക്കെയാണ് പൈസ ചോദിക്കണമെന്നൊന്നും അറിയില്ല, എവിടെയൊക്കെയാണ് പോയത് എന്തൊക്കെയാണ് ചെയ്തതെന്നറിയില്ല. പിറ്റേ ദിവസം കാലത്ത് കഴിഞ്ഞിട്ട് ചോദിക്കും ഇതെങ്ങനെ ഈ 100 രൂപ വന്നേ, ഒരു പിടുത്തമില്ല, ഈ 100 രൂപ എവിടെ നിന്ന് വന്നൊരു പിടുത്തമില്ല. എന്നാലും നമ്മളതെടുത്ത് പിന്നെയും ഇതിറങ്ങും. ഈ ഒരു പോക്കിന് അവസാനം വന്നത്, അതായത് പല്ല് തേച്ച് കുളിച്ച് ഇറങ്ങുക എന്ന് പറയുന്നതൊക്കെ പിന്നീട് അതിനൊന്നും സമയമില്ലാണ്ടായി തുടങ്ങി. പല്ല് തേക്കാനോ കുളിക്കാനോ ഈ പറഞ്ഞ പോലെ നമ്മളെക്കുറിച്ച് ആലോചിക്കാനൊന്നും സമയമില്ലാണ്ടായി തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് ഒരു പെഗ് എങ്ങനെയെങ്കിലും കയറണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ബാറിൽ ചെല്ലുമ്പോൾ കൈ ഇങ്ങനെ വിറച്ചിട്ട് ഈ ഗ്ലാസ്സിൽ നിന്ന് ഇങ്ങനെ തുളുമ്പും. അപ്പോൾ അത് ഒഴിച്ചു തരുന്ന ആളുടെ സഹായത്തോടു കൂടിയാണ് ആദ്യത്തെ സിപ്പ് അടിക്കുന്നത്. ഇതൊക്കെ പറയുന്നത് ഭയങ്കര അഭിമാനമായിട്ടാണെന്ന് ആരും കരുതരുത്. ഇത് പറയുന്നത്
ഇങ്ങനൊരു സാഹചര്യം, ഇങ്ങനൊരു ട്രാവൽ കഴിഞ്ഞിട്ടാണ് ഒരു വേറൊരു ജീവിതത്തിലേക്ക് കടന്നത്. നേരെ നടനാവുകയല്ല ചെയ്ത്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു അനുഭവമായിരിക്കാം ഇന്ന് അഭിനയിക്കാനായിട്ടുള്ള ഒരു കരുത്ത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും താഴെയുള്ള കുടിയനിലേക്ക് പോവുകയും ഈ പിരിവെടുത്ത്, പിന്നെ ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ പേടിയായി, നമ്മൾ പൈസ ചോദിച്ചാലോ എന്നുള്ളത്. സുഹൃത്ത് വലയങ്ങളും പൊളിയാൻ തുടങ്ങി, ഒറ്റപ്പെടാൻ തുടങ്ങി. എന്നാൽ ഈ പറയുന്ന വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഒരു ദിവസം അതേ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ മതിയായി. ഇതിനിടയ്ക്ക് പലതവണ മദ്യപിച്ച് ലക്ക് കെട്ട് പല മരങ്ങളിലും മരത്തിൻ്റെ കൊമ്പിലുമൊക്കെ തീർക്കാനായിട്ട്, അങ്ങനത്തെ എൻ്റെ ലൈഫ് കൂടെ അവസാനിപ്പിക്കാമെന്നുള്ള സ്ഥിരം കുടിയന്മാരുടെ ഒരു എളുപ്പ വഴിയുണ്ടല്ലോ, ആത്മഹത്യ. അപ്പോൾ അതിലേക്കൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ട് മരിക്കാൻ പറ്റില്ല, ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചു. കാരണം എത്ര ബോധമില്ലെങ്കിലും പേടിയാണ്, മരിക്കാൻ ധൈര്യം കിട്ടുന്നില്ല. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ പോയി കുറേ സ്റ്റേഷൻ്റെ ഡോറ് കിടന്ന് അവിടെ ചെന്ന് നേരെ റെയിൽ ക്രോസ് ചെയ്ത് അപ്പുറത്തെ ചാത്താരി എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അപ്പുറത്തേക്ക് പോയിട്ട് നേരെ അങ്ങോട്ട് നടന്നു. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി, അപ്പോൾ അവിടെ ഒന്നും ആളില്ല, അപ്പോൾ ഒഴിഞ്ഞ സ്ഥലമാണ്. എന്നാൽ ഇവിടെ കിടന്ന് കളയാം എന്ന് വിചാരിച്ചു. അവിടെ കിടന്നു, കുറേ നേരം കിടന്ന് കഴിഞ്ഞപ്പോൾ പേടി തോന്നി. വല്ലാതെ ഒരു ഉള്ളിൽ, അതായത് അടിച്ച മദ്യം അങ്ങോട്ട് ഇറങ്ങിപ്പോയി. വേഗം ചാടി എണീറ്റു. അത് പരാജയപ്പെട്ടു. അപ്പോൾ ട്രെയിനിന് തലവെക്കാൻ സാധിച്ചില്ല. പിന്നെ പല സ്ഥലങ്ങളിലും കെട്ടി തൂങ്ങാൻ ശ്രമിച്ചു. അതും പല രീതിയിൽ പരാജയപ്പെട്ടു. ഒന്ന് കൊമ്പടിഞ്ഞു പോയി. പിന്നെ പലപ്പോഴും കയറി ഇരുന്നിട്ട് കഴുത്തിലൊക്കെ സെറ്റാക്കിയിട്ട് ചാടുന്ന ആ ഒരു മുഹൂർത്തം വരുമ്പോൾ ഈ പറഞ്ഞ അടിച്ച കള്ളിറങ്ങിപ്പോക്കും വിയർക്കലും വിറവലും വരികയും, ഇറങ്ങിപ്പോടാ എന്നാരോ പറയുന്ന പോലെ സ്വയം തോന്നുകയും ചെയ്തിട്ട് അവിടെ നിന്ന് കുടുക്കൊക്കെ അയച്ച് വീണ്ടും അതും പരാജയപ്പെട്ടു. അങ്ങനെ 2-3 തവണ ശ്രമിച്ച് പരാജയപ്പെട്ട് ലെൻ സാറിനെ കാണുന്നു. അപ്പോൾ സാറ് ആദ്യം തന്നെ പറയുന്ന ഒരു കുടികാരൻ മാതിരി ആക്ട് പണ്ണ് എന്ന് പറഞ്ഞു. ഒരു കള്ളുകുടിയനെ പോലെ അഭിനയിക്കാനാണ് പറയുന്നത്. ഇതിൽ പരം സന്തോഷം വേറെ വല്ലതും വേണോ? കാരണം നമ്മളതാണല്ലോ, നമ്മളിനി എന്താ അഭിനയിക്കാൻ? അപ്പോൾ ഒരു കുടികാരൻ്റെ എല്ലാ അനക്കങ്ങളും ഭാവങ്ങളും ശബ്ദവും ചലനവും ഒക്കെ അറിയാമല്ലോ.